Dear students, next we move on practical problem 33. നോക്കല്ലേ, ബഡ്ജറ്റ് ആൻഡ് ആക്ച്വൽ സെയിൽസ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2022 ഫോർ 2 പ്രൊഡക്റ്റ് ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. യെസ്, പിന്നെന്താന്നുള്ളത് പ്രൊഡക്റ്റ് എയുടെയും ബിയുടെയും ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ബഡ്ജറ്റ്. എന്താ ഇപ്പോൾ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഉണ്ട്, ബഡ്ജറ്റഡ് പ്രൈസ് ഉണ്ട്, ആക്ച്വൽ ഔട്ട്പുട്ട് ഉണ്ട്, ആക്ച്വൽ പ്രൈസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. എന്താ പ്രശ്നം? പിന്നെ ബഡ്ജറ്റഡ് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് എ ആൻഡ് ബി എത്രയാണ്? 4 പിന്നെ എത്ര 1.5 യൂണിറ്റ് റെസ്പെക്റ്റീവ്ലി. എന്തിനാ തന്നെന്ന് മനസ്സിലായ? കോസ്റ്റ് എന്തിനാ തരുന്നത്? ഇവിടെ എഴുതി വെക്കുക. അതിൻ്റെ കോസ്റ്റ് എത്ര? എയുടെ കോസ്റ്റ് 4 രൂപ, ബിയുടെ കോസ്റ്റ് 1.50. എന്തിനാ? മാർജിൻ കാണാനാ. ഏത് കാണാൻ? മാർജിൻ കാണാൻ. ഓക്കെ അല്ലേ? ക്ലിയർ? ദെൻ അടുത്തേതാ? സിമ്പിളാ. ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത ഉണ്ട്. ആക്ച്വലി 2 ടൈപ്പ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താ 2 ടൈപ്പ് സാധനം? ഞാൻ പറയട്ടെ. ഷർട്ടല്ല ഉണ്ടാക്കുന്നത്. ആരെ ഷർട്ട്? അതില്ലേ. അതിൻ്റെ എത്ര ഷർട്ട് ഉണ്ടാക്കാന്നാ നമ്മൾ ഇതാക്കിയ ബഡ്ജറ്റ് ചെയ്ത് 6000. ഓക്കെ അല്ലേ? പക്ഷെ അവർ എത്ര സാധനം വിറ്റ്, ഷർട്ട് വിറ്റ് ഉണ്ടാക്കല്ലോ വിൽക്കുക. എത്ര വിറ്റ്? 5ഉം 1,500. എത്ര? 6,500 വിറ്റുണ്ട്. പക്ഷെ വിറ്റ രണ്ടിൻ്റെയും പ്രൈസ് എന്താണ്? വ്യത്യാസമുണ്ട്. അതേ ഉള്ളൂ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? 6,500 ഇൻറ്റു വെച്ചിട്ട് ഒരു പ്രൈസ് പറ്റുമോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായ? ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ ബി 6 ഷർട്ടാ? അല്ല, ബിയും 2 ഷർട്ടുണ്ട്. പ്രൊഡക്റ്റ് എ അല്ലേ. മറ്റേ എയും ബിയും റോ മെറ്റീരിയൽ അല്ലേ പറഞ്ഞേ. ഇത് ആദ്യത്തെ ഷർട്ടും പിന്നെ ആരുടെ? വിഷ്ണുവിൻ്റെ മഞ്ഞ. ആദ്യത്തെ മഞ്ഞ ഷർട്ടും. ഇവനാണ് അയാളല്ലേ? ശരിയാ, എനിക്ക് ഓർമ്മയില്ല. യെസ് പോണ്ടേ. വർക്ക്ഔട്ട് ഫ്രം ദ എബോ ഡാറ്റ ഫോളോയിങ് വാരിയൻസ്. ഏതാ? സെയിൽസ് വോളിയം വാരിയൻസ്, സെയിൽസ് വാല്യൂ വാരിയൻസ്, സെയിൽസ് പ്രൈസ് വാരിയൻസ്, സെയിൽസ് സബ് വോളിയം വാരിയൻസ്. എന്താ? ആ ക്വാണ്ടിറ്റി ഇല്ല, ക്വാണ്ടിറ്റി അതിന് തന്നെ എഴുതി വെച്ചാൽ സെയിൽസ് ക്വാണ്ടിറ്റി തന്നെ. സെയിൽസ് ഏതാ? മിക്സ്. സെയിൽസ് സബ് വോളിയം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. വോളിയത്തെ വീണ്ടും ആക്കിയുള്ള 2 ഉണ്ട്. ഒന്ന് മിക്സാണ്, മറ്റേതാ ആ ക്വാണ്ടിറ്റിയാണ് സബ് വോളിയം കേട്ടോ മക്കളെ. ഇത് ഏതാ മെത്തേഡ്? സെയിൽസ് ആണെന്ന് മനസ്സിലായി. അതിൽ ഏതാന്ന് മനസ്സിലായി? മാർജിനിൽ. എങ്ങനെയൊക്കെ മനസ്സിലായി? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേ? മാർജിനിൽ എങ്ങനെ മനസ്സിലാക്കുക? മാർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ കണ്ട മാർജിൻ മാർജിൻ. ഞാൻ ഒന്നുകൂടെ പറട്ടെ, ഒന്നുകൂടെ പഠിക്കണം. മാർജിൻ മാർജിൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സെറ്റാക്കല്ലേ? വേഗം വാ. കൂടെയുണ്ട് ഷാക്കിർ സാർ. വേഗോട്ടെ. റെഡി അല്ലേ? മാർജിൻ അല്ല, ടോട്ടൽ. അപ്പോൾ പ്രാക്ടിക്കൽ പ്രോബ്ലം 33. എന്താ സ്റ്റെപ്പ് 1 പറയൂ. സ്റ്റെപ്പ് 1 പറയേ. കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഓക്കെ അല്ലേ? സിമ്പിളാണ്. ഏതൊക്കെ വേണം? 1 2 3 4. സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ടേബിൾ പറഞ്ഞ ഒരു ടേബിൾ വരക്കണ്ടേ? നമ്മൾ ടേബിൾ വരക്കാറില്ല. ഇല്ല. എന്താ ഒരു തിരിച്ച് ആടോ? ദൂബര് ഈ കുട്ടിയാ. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇതാ ഈ കുട്ടിയാ. ആയിക്കോട്ടെ. 1 2 3. ഇക്വേഷൻ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. മോളിലെ മക്കളെ 1 മിനിറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സെയിൽസ് വാരിയൻസ് അണ്ടർ ഏതാ അപ്രോച്ച്? ടോട്ടൽ അപ്രോച്ച്. ഇനി പറഞ്ഞു. ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. പറയും. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബഡ്ജറ്റഡ് പ്രൈസ്. റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു. ഇങ്ങനെ ഓവറാക്കിയാൽ വിടില്ല കേട്ടോ. ഇത് ഓവറാ. പറയും. ആരൊക്കെ ഉള്ളത്? എയുണ്ട്, ബിയുണ്ട്. എയുണ്ട്, പിന്നെ എന്തുണ്ട്? എയുടെ ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി വേഗം നോക്കി പറയും. മുത്തുമണികളല്ലേ? 6000 ഇൻറ്റു എയുടെ ബഡ്ജറ്റഡ് പ്രൈസ് 5 അല്ലേ? 10 പറയണ്ട.
ഓക്കെ അല്ലേ? യെസ്. അടുത്തത് ബിയുടെ എത്ര? 10,000 ഇൻറ്റു ഏതാ? 2. ചെറുതല്ല, ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു. 6,000 ഇൻറ്റു 5 എത്ര വരും? 30,000. യെസ് യെസ്. 10,000 ഇൻറ്റു 2 20,000. രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടേഷൻ ടേബിളിന് എന്ത് ചെയ്യുന്നത്? ടേബിൾ വരയ്ക്കുന്നു. എത്ര വരും മൊത്തം? 50,000 അല്ലേ? ഓക്കെ. ആക്ച്വൽ ക്വാണ്ടിറ്റി മിണ്ടണ്ട. ആക്ച്വൽ ക്വാണ്ടിറ്റി അപ്പോൾ ശ്രദ്ധിക്കണം. 5,000 ഇൻറ്റു 5 ഉണ്ട്. എത്ര വരും? ഞാൻ പറയും 25,000. അടുത്തത് 1,500 ഇൻറ്റു അത് വേറെ പ്രൈസിനാണ് 4.75. എത്ര വരും? 7,025. ഓക്കെ. ഇനി അടുത്ത് ബി വിൽക്കുന്നത് 7,500 ഇൻറ്റു 2. അപ്പോൾ എത്ര വരും? 15,000. ഓക്കെ സെറ്റ്. അടുത്ത് 1,750 ഇൻറ്റു 8.50. അത് എന്ത് പരിപാടിയാണ്? എന്ത് വ്യത്യാസമാണ് അല്ലേ? അതിന് ക്വസ്റ്റ്യനിൽ പറ്റിയ വെയിറ്റ് നോക്കട്ടെ. ആൻസർ ചെറിയ വ്യത്യാസമുണ്ട്. ബി അവിടെ ഞാനൊന്ന് നോക്കട്ടെ. 5, 4 രണ്ടും 1.90 ആണ് ഇതിലെടുത്തുള്ളത്. ക്വസ്റ്റ്യനിലെ മാറ്റം വരുത്തി. 850 പോട്ടെ, 8.5 പോട്ടെ. എന്നിട്ട് 1 പോയിന്റ് ഏതാക്കിയാൽ മതി? 1.90 ആക്ക്. വേഗം മാറ്റി. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, അപ്പൊ കിട്ടും. ഇനി പറയൂല. എത്രാമത്തെ ക്വസ്റ്റ്യനാ? ഒരു പെണ്ണുണ്ടായിട്ടാ. ഇനി അടുത്ത വ്യക്തിക്ക് വരുമ്പോ മാറ്റാനാണ്. അപ്പോൾ 1.90. അപ്പൊ ഞാൻ ചോദിക്കും സാറേ ക്വസ്റ്റ്യന് 8.50 അല്ല, അങ്ങനെ എടുത്ത് ചെയ്താൽ പോരെ? അങ്ങനെ എടുത്ത് ചെയ്താൽ നമുക്ക് ആൻസർ മാച്ച് ചെയ്യാൻ വല്ല ആൻസറും ഉണ്ടാ? ഇല്ല. ഇവിടെ ഇത് മാച്ച് ചെയ്യാലോ. യെസ്. 1.90 എത്ര വരും? 1,750 ഇൻറ്റു 1.90 3,325. ഒക്കെ കൂടെ ആഡ് ചെയ്യും. കോപ്പ. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യുമ്പോൾ വേഗം നോക്കി. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാ? 50,450 കിട്ടണ്ട. ശരി. ഇനി അടുത്ത ആക്ച്വൽ ക്വാണ്ടിറ്റി ഇതന്നല്ലേ? 5,000 ഇൻറ്റു പ്രൈസ് മാറി. ഏതാ? 5. അപ്പോൾ എത്ര? 25,000. സാറേ ഈ പ്രൈസ് തന്നെ അല്ലേ എന്ന് വിചാരിക്കരുത്. ഈ പ്രൈസാണ്. ഈ പ്രൈസ് കേട്ടാ. ഓക്കെ അല്ലേ? ഇനി 1,500 ഇൻറ്റു ഏതാ? 5 തന്നെ. ആടെ 7,500. മക്കളെ വേറെ പ്രൈസ് ഇല്ല. ബഡ്ജറ്റഡ് എക്ക് ബിക്ക് അങ്ങനെ ഉള്ളൂ. ബഡ്ജറ്റ് ചെയ്ത് 5 റുപ്യക്കാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ 5 റുപ്യക്ക് വിൽക്കാം, അല്ലെങ്കിൽ 5.5 റുപ്യക്ക് വിൽക്കാം. അങ്ങനെ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതുണ്ടാവില്ലല്ലോ. ഒരു പ്രൈസ് അല്ല ഉണ്ടാവുള്ളൂ. ആക്ച്വലി വിൽക്കുന്ന പ്രൈസ് മാറും. പിന്നെ അടുത്ത് ആക്ച്വൽ കൊണ്ട് 7,500 ഇൻറ്റു 2 15,000. 7,500 ഇൻറ്റു 7,500 ഇൻറ്റു 2 15,000. പിന്നെ 7,500 ഇൻറ്റു എത്ര തന്നെ? 2 തന്നെ അല്ലേ? 30 ഒക്കെ കൂടിയിട്ട് ഇതാ. ബീല 1,750 ഇൻറ്റു 2 എത്ര? 3,000. ടോട്ടൽ ചെയ്ത് എത്ര വരും? 3ന്റെ 51,000 വരുന്നുണ്ടോ നോക്ക്. റിവൈസർ ആക്ച്വൽ ക്വാണ്ടിറ്റി കാണാൻ പോവാം. വർക്കിംഗ് നോട്ട് നമ്പർ 1. എന്താ റിവൈസർ? ആക്ച്വൽ ക്വാണ്ടിറ്റികൾ വേഗം ആഡ് ചെയ്യും. ആക്ച്വൽ ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യും. 5,000 പ്ലസ് 1,500 പ്ലസ് 7,500 പ്ലസ് 1,750. 15,000. 15,750.
2 പ്രൊഡക്റ്റുകൾക്ക് വീതിച്ചു കൊടുക്കണം അല്ലേ? എക്കും പിന്നെ ആർക്ക ബിക്ക്. എയുടെയും ബിയുടെയും എന്താണ് സ്റ്റാൻഡേർഡ് എത്ര പറഞ്ഞുള്ളത്? 6ഉം 10ഉം. 6:10. 15,750 6:10 വീതിക്കും. 5,906.25 അങ്ങനെ എടുത്തോ. പിന്നെ അടുത്ത് എത്ര? 9,843.75. ഓക്കെ അല്ലേ? മുകളിലും കൊണ്ട് ഇടാം. 59,06.2 ഇൻറ്റു ബഡ്ജറ്റ് പ്രൈസ് ഒന്നുള്ളപ്പോൾ എളുപ്പമായി. എത്രയാ? 5. മറ്റടുത്ത് 9843.75 ഇൻറ്റു എത്രയാ? 2. എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താ 29,531.25. അടുത്ത് 687.5. ടോട്ടൽ ചെയ്താൽ 49,219 ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, വേഗോട്ടെ. എന്നിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. സ്റ്റെപ്പ് ഏതാ? 2 ആണ്. ഏതാ? വാരിയൻസ് കാൽക്കുലേഷൻ. 3 വേണോ? ഏതാ? ടോട്ടൽ സെയിൽസ് വാരിയൻസ്. ഓക്കെ അല്ലേ? 1 - 2. ഞാൻ പറയും 1 - 2. 50,000 മൈനസ് 450 വരാ. 450 എന്താ? ഫേവറബിൾ അഡ്വൈസാ. ഇങ്ങനൊന്നും എല്ലാ ഡേ തന്നെ 450 ഫേവറബിൾ. അടുത്തതാ പറയടാ. സെല്ലിങ് പ്രൈസിൻ്റെ വാരിയൻസ് ഏതാ? 3 - 2 ചെയ്തോണ്ടാ. $550 അഡ്വേഴ്സ് അല്ലേ? അടുത്തേതാ? സെയിൽസ് വോളിയം വാരിയൻസ് ഏതാ? 1 - 3. എത്ര വരും? 1 - 3 1000 എന്താ? ഫേവറബിൾ. അടുത്ത് 2 ആക്കണം അല്ലേ? ഏതാ? സെയിൽസ് മിക്സും പിന്നെ സെയിൽസ് ഏതാ? ക്വാണ്ടിറ്റി. അതിന് വേറെ പേര് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സബ് വോളിയം. എന്താ? ഇതല്ലേ മെയിൻ സാധനം, അതിൻ്റെ സബല്ലേ. അങ്ങനെ ആലോചിച്ചാൽ പോരെ. ഇവിടെ 1 - 4. ഇവിടെ ഏതാ? 4 - 3. എത്ര വരും നോക്ക്? 1700. ഓക്കെ, ഫേവറബിൾ അഡ്വൈസാ. ഫേവറബിൾ. അടുത്ത് 781 എന്താ? അഡ്വൈസ് വരണം. അപ്പോഴല്ലേ 1000 ഫേവറബിൾ ആവുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ 1000, 550 അഡ്വൈസും 450 ഫേവറബിൾ. ദാറ്റ്സ് ഓൾ.